തിരുവനന്തപുരം നഗരസഭ കണ്ട ഏറ്റവും പാഴായ ഒരു ഉപയോഗവുമില്ലാത്ത മേയർ എന്നുള്ള പദവി ഇനി വി രാജേഷിന് സ്വന്തം. ഇത് ഞാൻ പറയുന്നതല്ല, തിരുവനന്തപുരം നഗരസഭയുടെ കിടപ്പ് കണ്ടിട്ട് സാധാരണക്കാരായ ജനങ്ങൾ പ്രതികരിക്കുന്നതാണ്. അതുമാത്രമല്ല, ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന സമയത്ത് തിരുവനന്തപുരം നഗരസഭ എങ്ങനെയായിരുന്നോ അത് കണ്ടു പഠിക്കണം വി രാജേഷ് എന്നുള്ള ഒരു ഉപദേശം കൂടി സാധാരണക്കാരായ ജനങ്ങൾ തിരുവനന്തപുരം നഗരസഭയിലെ BJP ഭരണകൂടത്തിന് നൽകുന്നുണ്ട്. വളരെ മോശമായ രീതിയിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ അത് തന്നെ നോക്കിക്കൊണ്ട് വന്നു. തന്നെയല്ല, ഞങ്ങളൊക്കെ വന്നിട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ അപ്പം തന്നെ മൊത്തത്തിൽ അവർ ക്ലെയിം ചെയ്യുമായിരുന്നു. ഞങ്ങൾ അന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകാറ്. പൊങ്കാല കഴിഞ്ഞ സ്ഥലമാണെന്ന് പോലും പറയില്ലായിരുന്നു, അത്ര നീറ്റായിരുന്നു. ഇവിടെ ഭയങ്കര മോശമായിരുന്നു. ഇത്തവണത്തെ പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ല, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു. ഇവിടെ ഞങ്ങൾ പൊങ്കാലയുടെ ഫസ്റ്റ് ഡേ, ഉത്സവം തുടങ്ങി ആദ്യത്തെ ദിവസം ആയപ്പോഴാണ് അവരിവിടെ മണ്ണടിച്ചിട്ട് ടാറൊന്നും ചെയ്തിട്ടില്ല. ഈ പൊടിയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പം, ഈ പൊടി ബസ്സൊക്കെ വരുന്ന സമയത്താണ് ഈ പൊടി അടിച്ചു കയറ്റിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊടിയുടേത്. ഇതുവരെ ഈ വേസ്റ്റ് ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. മഴ പെയ്താല് എനിക്കറിയില്ല, ഇതിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ എന്റെ നാറ്റം ഭയങ്കര ബാഡ് സ്മെല്ലാണ്, എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഈച്ച, അപ്പൊ ഭയങ്കര കണ്ടാമിനേറ്റഡ് ആയിട്ട് കിടക്കുകയാണ്. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഈ വേസ്റ്റ് ഒന്നും എടുത്തില്ല, വേസ്റ്റിന്റെ ഇടയ്ക്കിരുന്നാണ് നമ്മള് പൊങ്കാലയിട്ടത്. നീക്കം ചെയ്തില്ല, അല്ലെങ്കിൽ നീക്കം ചെയ്യുമായിരുന്നു. വേറെ പരിസരത്ത് ഇങ്ങനെ കിടക്കുന്ന നമുക്ക് ഒരു ഇതല്ലേ, ഇത് ചെയ്യാന്ന സാധാരണ പിറ്റേത് ക്ലീൻ ആക്കാനാണ് അന്നത്തെ ദിവസം തന്നെ. ആ ഒരു സാധനമാണ് ഇതല്ലേ വാങ്ങിച്ച് കഴിക്കുന്നത്. ചെറിയ മക്കളായാലും ഇതല്ലേ വാങ്ങിച്ച് കഴിക്കുന്നത്. അതൊന്ന് കേറെ അധികാരികൾ ആരും ഇല്ലേ? ഇനിയിപ്പോ അടുത്ത കടയിൽ കൊണ്ട് വിൽക്കാൻ കൊണ്ടുപോകണേ. കമ്മ്യൂണിസ്റ്റ് ഭരിച്ചോണ്ടപ്പോ കുഴപ്പമില്ല, എല്ലാം ക്ലിയർ ആക്കി കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. BJP-ക്കാർ ഇതാകുമ്പോ മൊത്തം തരികടായി. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉടനെ വൃത്തിയാക്കുമായിരുന്നു, എല്ലാ പ്രാവശ്യവും ഉടനെ വൃത്തിയാക്കും. ഇപ്പൊ ഇങ്ങനെ കിടക്കും, കല്ലൊക്കെ ഉടനെ പറഞ്ഞുകൊണ്ട് പോണേണ്. ഇപ്പൊ അതൊക്കെ കല്ലും കിടക്കുന്നു, വേസ്റ്റും കിടക്കും. കോവിഡ് പരിസരം ഇതുവരെ ഇങ്ങനെ ഇല്ല. ഇപ്പൊ ഇന്ന് എന്താണ് പറ്റിയെന്ന് അറിഞ്ഞൂടാ. ഇത് ഭയങ്കര ഇതൊരു അന്യായമായത് കാണിക്കുന്നതെല്ലാം മഹാ ഇതായത്. കഴിഞ്ഞ വർഷം നേരത്തെ എന്നൊക്കെ പറഞ്ഞ് നല്ല ഇതായിരുന്നു, വേസ്റ്റൊക്കെ മഹാമോശമായി കിടക്കുന്നു. പ്രതികരണങ്ങൾ കൃത്യമായി കേട്ടല്ലോ. ആ പ്രതികരണം പറയുന്നവരിൽ യുവാക്കളുണ്ട്, യുവതികളുണ്ട്, അമ്മമാരുണ്ട്, വയോധികരുണ്ട്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായം ഒന്ന് തന്നെയാണ്. തിരുവനന്തപുരത്തിൻ്റെ പുതിയ മേയർ വി രാജേഷ് ഒന്നിനും കൊള്ളാത്ത ഉപയോഗശൂന്യമായ ഒരു മേയറാണെന്ന് തെളിയിച്ചിരിക്കുന്നു. ഇതിനു മുമ്പുണ്ടായിരുന്ന ഇടതുപക്ഷത്തിൻ്റെ നഗരസഭ, ആര്യ രാജേന്ദ്രൻ മേയറായിരുന്ന നഗരസഭ, അവരുടെ പ്രവർത്തനങ്ങൾ എന്നും ഒരു മാതൃകയായിരുന്നു. പക്ഷേ തിരുവനന്തപുരം നഗരസഭയിൽ മാറാത്തത് മാറും എന്ന ടാഗ് ലൈനോട് കൂടി വന്ന വി രാജേഷിൻ്റെ കീഴിലുള്ള സംഘികളും പരിവാരങ്ങളും അമ്പെ പരാജയമാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന സാഹചര്യം. തെളിയിക്കുക മാത്രമല്ല, സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് പശ്ചാത്തപിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് വി രാജേഷ് അടങ്ങുന്ന ജനപ്രതിനിധികളെ തിരുവനന്തപുരം നഗരസഭയിലേക്ക് തിരഞ്ഞെടുത്ത് വിട്ടതെന്ന്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം, ഇനിയൊരവസരം കിട്ടിയാൽ ഒരു കാരണവശാലും ജനങ്ങൾ BJP ഭരണകൂടത്തെ അധികാരത്തിൽ കൊണ്ടുവരില്ല. കാര്യം, അധികാരത്തിൽ വന്ന് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ തിരുവനന്തപുരം നഗരസഭയെ മുച്ചൂടും മുടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നെടുത്തു പറഞ്ഞമല്ലോ, നഗരസഭയുടെ ഭരണം മോശമാണെങ്കിലും ഡൽഹി ടൂറുകൾക്കും ചായ സൽക്കാരത്തിനൊന്നും പോകാൻ യാതൊരു മടിയും ഉളുപ്പും കാണിക്കുന്നില്ല എന്നതാണ് വാസ്തവം.